ശ്രീ വത്സൻ പറവോളി, ഞങ്ങളെ നേരത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല സാങ്കേതിക തടസ്സം കാരണം. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നോക്കൂ, ഒരു മരണമുണ്ടായി, അതേ ആഴ്ച തന്നെ രണ്ടാമത്തെ മരണമുണ്ടായി, ആളുകൾ കൂടുതൽ പ്രകോപിതരാകുന്നു എന്നുള്ളതാണ്. രണ്ട് പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്, അതും ന്യായമായ വിഷയങ്ങൾ. ഒന്ന്, അവർക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് ജീവന് രക്ഷ വേണം. രണ്ട്, ചികിത്സിക്കാൻ ഇടം വേണം. ഇത് രണ്ടുമില്ലാതെ ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആശ്വസിപ്പിക്കാനാവുക ഒരു സമൂഹത്തെ? ഇന്നിപ്പോൾ ഭാരത് ന്യായ് യാത്ര തൽക്കാലത്തേക്ക്, അതും വാരണസിയിലാണ് ന്യായ് യാത്ര ഇന്നുള്ളത്, അത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് സ്ഥലം MP രാഹുൽ ഗാന്ധി വരുന്നു. ഇതിനകം തന്നെ UDF ജനപ്രതിനിധികൾ വലിയ നിലയിൽ ഇടപെടുന്നു എന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ സർക്കാരിനെതിരായിട്ടാണ്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ് പ്രധാനമായും ജനരോഷം. ആ ജനരോഷം ന്യായീകരിക്കപ്പെടുന്നതുമല്ലേ? സംസ്ഥാന സർക്കാരിനെതിരായിട്ടാണ് ഈ ജനരോഷമൊക്കെ ഉയർത്തുന്നത് എന്നുള്ളത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഈ വനമേഖലയിൽ താമസിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ നിയമത്തിന് വിധേയമായിട്ടാണല്ലോ നമ്മളെല്ലാവരും രാജ്യത്ത് ജീവിക്കുന്നത്. വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷ ലഘൂകരണത്തിന് ഒട്ടനവധി അഭിപ്രായങ്ങളൊക്കെ കൃഷിക്കാരോടും ജനങ്ങളോടും ചോദിക്കാറുണ്ടെങ്കിലും 2022 വന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ ഭേദഗതി തന്നെ അതീവ ഗുരുതരമായിട്ടുള്ളതാണ്. മൃഗങ്ങളെ നുള്ളി നോവിച്ചാൽ പോലും ശിക്ഷ ലഭ്യമാക്കുന്ന, ഉറപ്പുവരുത്തുന്ന നിയമമാണ് ഇപ്പോൾ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇത്തരം കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ മനുഷ്യരുടെ ജീവന് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിലുള്ള വീഴ്ച ഒരു ഭാഗത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ നിയമങ്ങളിലെല്ലാം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ ശാശ്വതമായ പരിഹാരം എന്താണ്? വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത് തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടാക്കുക. ഇപ്പോൾ ശ്രീ OK ജോണി ആയിക്കൊള്ളട്ടെ, ഡെൻസിൻ ആയിക്കൊള്ളട്ടെ, പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു, നമ്മൾ നുള്ളി നോവിക്കാൻ പോലുള്ള അനുമതി ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കതിനെ കൊല്ലാനുള്ള അനുമതി വേണം എന്ന് CPM-നും അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ നമുക്കവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് വയനാടിൻ്റെ മാത്രം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാത്രം, നേരത്തെ ശ്രീ OK ജോണി പറഞ്ഞതുപോലെ ബാധ്യതയല്ല വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്, അത് ഈ ലോകത്തിൻ്റെ ആകെ ബാധ്യതയാണ്. അപ്പോൾ ആ നിലയിൽ ഇതിനെ വിന്യസിക്കാനുള്ള പദ്ധതി എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ തുടങ്ങണമല്ലോ. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിട്ടുണ്ടോ? പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നോക്കൂ, അവിടെ ചികിത്സാ സംവിധാനമില്ല എന്നുള്ളതാണ്. ഒരു ജില്ല അതിൻ്റെ ചുരമിറങ്ങി വരണമെങ്കിൽ തന്നെ 2.5-3 മണിക്കൂർ എടുക്കുന്നു സാധാരണ റോഡിൽ. ഇനി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയായി മാറുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഉത്തരം പറയേണ്ടത്. സ്വാഭാവികമായും ചികിത്സ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് വയനാട് ജില്ലയിലെ ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. അതിന് പരിഹാരമുണ്ടാവുക തന്നെ വേണം. പക്ഷേ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രശ്നം കേവലം ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. വനമേഖലയിൽ നിന്ന് വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരാതിരിക്കാനുള്ള കാര്യങ്ങളിലല്ലേ നാം പ്രധാനപ്പെട്ട പങ്കുവഹിക്കേണ്ടത്. ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ ആറളം മേഖലയിൽ ആദിവാസികളെ ഈ അടുത്ത കാലത്ത് നിരവധി ആന ചവിട്ടിക്കൊന്ന സംഭവം ഉണ്ടായി. സംസ്ഥാന ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കൽമതിൽ പണിയുന്ന ഒരു ഭാഗത്ത്, ജില്ലാ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫെൻസിംഗ് പണിയുന്നു. ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ വരാതിരിക്കാനുള്ള ഇടപെടൽ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. എന്നാൽ നമുക്ക് പിന്നെ പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് അല്ലേ ഇതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത്. Debate with MV Nikesh Kumar.